നമസ്കാരം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും ജീവിതത്തിൻ്റെ അഗാധതയും വ്യാപ്തിയും അനുഭവിപ്പിച്ച ബഷീറിയൻ ക്ലാസിക് പാത്തുമ്മായുടെ ആട്. കേൾക്കാം ബഷീറിൻ്റെ പാത്തുമ്മായുടെ ആട്. അധ്യായം 1. പാത്തുമ്മായുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന തമാശ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അനേക കാലത്തെ അലഞ്ഞു തിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിന് ശേഷം മൂക്കത്ത് ശുണ്ഠിയുമായി ഞാൻ വൈക്കം പട്ടണത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള എൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നു. സ്റ്റൈലൻ സ്വീകരണം. എനിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ഞാനിരുന്നു പുകഞ്ഞു. എൻ്റെ വീട്, ഞാൻ ആരെ പഴിക്കണം? 10-15 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ താമസിച്ചിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ ചില രാത്രികൾ കഴിച്ചുകൂട്ടിയതായ ഓർമ്മയേ ഉള്ളൂ. എനിക്ക് താമസിക്കുവാനായി മാത്രം വീടിനെതിരെ പബ്ലിക് റോഡിൻ്റെ വക്കിൽ ഓടിട്ട ഒരു ചെറിയ കെട്ടിടമുണ്ട്. അത് പണിയുമ്പോൾ ഞാൻ കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട്. വളരെ അധ്വാനിച്ചിട്ടുണ്ട്. ശാന്തതയ്ക്കും ഭംഗിക്കും വേണ്ടി പലതും ചെയ്തു. ഉയരത്തിൽ കല്ല് കെട്ടിച്ച് വെള്ളമണൽ വിരിച്ച മുറ്റത്തിന് ചുറ്റും ഭംഗിയുള്ള ചെടികളുണ്ട്. പൂപ്പരുത്തിയിൽ മുല്ലയും പിച്ചിയും പടർത്തിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ മൂലകളിൽ പേര നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ 2 കുളങ്ങളുണ്ട്. കുടിക്കാനൊന്ന്, കുളിക്കാനൊന്ന്. എനിക്കായി മാത്രം സ്പെഷ്യൽ കക്കൂസ്. പറമ്പ് നിറയെ തെങ്ങുകളും വാഴയും കൂടാതെ പല വൃക്ഷങ്ങളും ഞാൻ നട്ടുപിടിപ്പിച്ചു. കൂട്ടത്തിൽ നല്ല മാവുകളും. റോഡിൻ്റെ വക്കിനും അതിരിലുമെല്ലാം ഭംഗിയിൽ ശീമക്കൈതകൾ. പറമ്പിന് ചുറ്റും 6 അടി പൊക്കത്തിൽ ഓലയും മുള്ളും പൊതിഞ്ഞ വേലി. മുൻവശത്ത് അഴികളിട്ടതും സദാ പൂട്ടിക്കിടക്കുന്നതുമായ ഗേറ്റ്. അതിലെ നോക്കിയാൽ വഴിയെ പോകുന്നവർക്ക് ചെടികളും പുഷ്പങ്ങളും എല്ലാം നല്ല ഭംഗിയിൽ കാണാം. ഞാൻ ആ ചെറിയ വീട്ടിലാണ് ഏകാന്തമായി വസിച്ചിരുന്നത്. ചായയും പലഹാരവും ഊണും എൻ്റെ ഉമ്മ, അതായത് അമ്മ, ഗേറ്റിൻ്റെ മുകളിൽ കൂടി അകത്തേക്ക് തരും. അങ്ങനെ ആരെയും അകത്തേക്ക് കയറ്റാറുണ്ടായിരുന്നില്ല. സൗഖ്യത്തോടെ ഇരുന്ന് എഴുതും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും. അതുമല്ലെങ്കിൽ ചെടികളെയും വൃക്ഷങ്ങളെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെയൊക്കെ നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചുറ്റാൻ പോയി. വർക്കലയിലെ ശിവഗിരി, മദിരാശി, എറണാകുളം, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലായി 3 കൊല്ലം താമസിച്ചു. എന്നിട്ട് സുഖമില്ലാതെ പ്രശാന്തത തേടി തിരിച്ചു വരുമ്പോഴുണ്ട് ഞാൻ താമസിക്കുന്ന ചെറിയ കെട്ടിടം എൻ്റെ നേരെ ഇളയവൻ അബ്ദുൽ ഖാദർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീമാൻ രാമൻകുട്ടി അരിവെപ്പുകാരനുമായി അവിടെ സുഖമായി താമസിക്കുകയാണ്. മൂപ്പർക്ക് വീട് നന്നായി പിടിച്ചു. എങ്കിലും മാറിത്തരാം. പക്ഷേ ആ വലിയ ഗ്രാമത്തിൽ വേറെ വീട് കിട്ടാൻ ഒരു വഴിയുമില്ല. എന്തു ചെയ്യും? അങ്ങനെ ഞാൻ വീട്ടിൽ താമസമാക്കി. നിശബ്ദത, ശാന്തത, പിന്നെ പരിപൂർണ വിശ്രമവുമാണ് എനിക്ക് ആവശ്യം. ആരോഗ്യം വീണ്ടെടുക്കണം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ശല്യങ്ങളോ ഒച്ചകളോ ഒന്നും ഉണ്ടാവരുത്. പക്ഷേ ഞാൻ ശല്യങ്ങളുടെയും ബഹളങ്ങളുടെയും ഒച്ചകളുടെയും നടുവിലായി. ഒത്ത നടുവിൽ ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. അതിൽ ആരെല്ലാമാണെന്നോ താമസക്കാർ? എൻ്റെ ഉമ്മ, എൻ്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, അബ്ദുൽ ഖാദറിൻ്റെ ഇളയവനായ മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയോളായ ഐഷോമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല മുഹമ്മദ് റഷീദ്, ഹനീഫായുടെ ഇളയതായ ആനുമ്മ, അവളുടെ കെട്ടിയോനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനമായ സയ്യിദ് മുഹമ്മദ്, പിന്നെ എൻ്റെ എല്ലാറ്റിലും ഇളയ അനുജൻ അബൂബക്കർ എന്ന അബു. ഇത്രയുമാണ് മനുഷ്യർ. ഇവരെ കൂടാതെയുമുണ്ട് സംഭവങ്ങൾ. എവിടുന്നോ വന്നു കുടിയേറിയ ഉമ്മയുടെ അഭ്യർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ. അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന 1,000 എലികൾ. പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന ഏറെ കാക്കകൾ. ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 10-100 കോഴികൾ. അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ. ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. വീട്ടിൽ എപ്പോഴും നല്ല ഹരമാണ്. ചന്ത കൂടിയ ബഹളം. റഷീദും സുബൈദയും നീന്തി നടക്കാൻ തുടങ്ങിയിട്ടില്ല. മുല കുടിക്കാത്ത സമയങ്ങളിൽ അവരങ്ങനെ നിർത്താതെ കരയും. നടന്നു തുടങ്ങിയ ആരിഫയും ഒരു കരച്ചിൽ യജ്ഞക്കാരിയാണ്. അവളേക്കാൾ ശകലം പ്രായം കൂടിയ ലൈലയും സയ്യിദ് മുഹമ്മദും നല്ല 1-ാം തരം കരച്ചിൽക്കാർ തന്നെ.
അബിയും പാത്തുക്കുട്ടിയും. ആ, ഹബീബ് മുഹമ്മദ് എന്നുള്ള പേര് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ വിളിക്കുന്നത് അബി, തന്നെത്താൻ അവൻ വിളിക്കുന്നത് ഉമ്പി. അവനും പാത്തുക്കുട്ടിയും 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടുപേരും ഉശിരൻ കരച്ചിലുകാരാണ്, ശാഠ്യക്കാരുമാണ്. കുട്ടികൾ, പൂച്ചകൾ, കോഴികൾ, പെണ്ണുങ്ങൾ, പരുന്തുകൾ, എലികൾ, കാക്കകൾ എല്ലാവരും കൂടി നല്ലൊരു മേളമാണ് സൃഷ്ടിക്കുന്നത്. ഈ പറയപ്പെട്ട ബഹളത്തിൽ ഞാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നു ഒരാട്. പെണ്ണ് തന്നെ, തവിട്ട് നിറം, നല്ല ചുറുചുറുപ്പുണ്ട്. അത് വെളുപ്പിനെ എൻ്റെ വീട്ടിൽ വന്ന് അടുക്കളയിൽ കയറി വല്ലതും പ്രാതൽ കഴിക്കും. എന്നിട്ട് പുരയ്ക്കകത്ത് കടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ചവിട്ടി അവരെ ഉണർത്തി. മുറ്റത്തിറങ്ങി രാത്രി വീണ പ്ലാവില വളരെ ധൃതിയോടെ തിന്നു തുടങ്ങും. മുറ്റത്തിൻ്റെ അരികിലുള്ള പ്ലാവ് വൃദ്ധദശ കടന്നതാണ്. എങ്കിലും ചക്കകളുണ്ട്. എത്ര ആടുകൾക്ക് വേണമെങ്കിലും കൊടുക്കാൻ പ്ലാവിലയുമുണ്ട്. ആട് പ്ലാവിലയെല്ലാം വേഗം തിന്നു തീർത്തിട്ട് മുറ്റത്തിൻ്റെ അരികിലുള്ള ചാമ്പ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലും. അവിടെ വീണുകിടക്കുന്ന ചാമ്പങ്ങ എല്ലാം തിന്നും. എന്നിട്ട് മുകളിലേക്ക് നോക്കും. ഇളം ചുവപ്പിൽ മുങ്ങിയ വലിയ മഞ്ഞുതുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ചാമ്പങ്ങ ഇറിഞ്ഞിലുപോലെ കിടപ്പുണ്ട്. എന്തു ചെയ്യും? ആട് 2 പിൻകാലുകളിൽ ഉയർന്നു നിന്ന് താഴ്ന്ന കൊമ്പിലുള്ള ചാമ്പങ്ങ തിന്നാൻ നോക്കും. എത്തുന്നില്ല. ആരാണീ ചാമ്പമരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകൾ മുകളിലേക്ക് വലിച്ചു കെട്ടിയത്? അങ്ങനെ ഓർത്തു നിൽക്കുമ്പോൾ പഴുത്ത ഒരു പ്ലാവില വീഴും. ആട് മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അത് നക്കിയെടുത്തു രുചിയോടെ ചവച്ചു തിന്നും. അപ്പോഴേക്ക് ഉമ്മായോ കുഞ്ഞാനുമ്മായോ ഐശോമായോ ആനുമ്മായോ മുറ്റമടിക്കാൻ ചൂലുമായി വരും. ആട് ഓടി പുരയ്ക്കകത്ത് കയറി അവിടെയൊക്കെ അങ്ങനെ പരാതി നടക്കും. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. കേൾപ്പോരും കേൾവിയുമില്ലാത്ത ഒരു വീട്. ചാരുകസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിലിരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. ഞാൻ ചെറുവാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. അത്ഭുതം! ആ ആട് എൻ്റെ കിടക്കയിൽ കയറി നിന്നുകൊണ്ട് പുസ്തകം തിന്നുകയാണ്. പെട്ടിപ്പുറത്ത് ബാല്യകാല സഖി, ശബ്ദങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ പുതിയ പതിപ്പിൻ്റെ ഓരോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ബാല്യകാല സഖിയാണ് ഇപ്പോൾ അത് സാപ്പിടുന്നത്. മുൻകാലുകൊണ്ട് ചവിട്ടിയിട്ട് 2ഉം 3ഉം പേജുകളായി നക്കി നക്കി വായിലാക്കി സ്റ്റൈലായി ചവച്ച് തിന്നുകയാണ്. തിന്നട്ടെ, നല്ല ആട് തന്നെ. ശബ്ദങ്ങൾ ഇരിപ്പുണ്ടല്ലോ. ഘോരഘോരമായ വിമർശന പീരങ്കി ഉണ്ടകൾ ഏറ്റ ചെറു പുസ്തകമാണ്. എങ്കിലും സംഗതി ഭീകരം. ആ പുസ്തകം തിന്നാൻ ഈ ആട് ധൈര്യപ്പെടുമോ? യാതൊരു സങ്കോചവുമില്ല. ബാല്യകാല സഖി അകത്തായി. ഉടനെ ശബ്ദങ്ങൾ തുടങ്ങി. 2 മിനിറ്റ് കൊണ്ട് മുഴുവനും സാപ്പിട്ടു. എന്നിട്ട് ആട് എൻ്റെ പുതപ്പ് തിന്നാൻ തുടങ്ങി. ഉടനെ ഞാൻ ചാടിയിറങ്ങി ഓടിച്ചെന്നു. ഹേ അജസുന്ദരി, ഭവതി ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ പക്കൽ വേറെയില്ല. എൻ്റെ പുസ്തകങ്ങൾ ഇനി വേറെയുമുണ്ട്. ഭവതിക്ക് അതെല്ലാം വരുത്തി സൗജന്യമായി തരാം. എന്നിട്ട് ആടിനെ ഓടിച്ച് പുറത്താക്കി. അത് പ്ലാവിൻ ചുവട്ടിലേക്ക് ഓടി. അവിടെ 2-3 ഇലകൾ വീണ് കിടപ്പുണ്ട്. മൂപ്പത്തി അതെല്ലാം തിന്നുകയാണ്. ഞാൻ ഉമ്മയെ വിളിച്ചു ചോദിച്ചു, ആരതാണ് ഉമ്മ ഈ ആട്? ഉമ്മ പറഞ്ഞു, ഞമ്മടെ പാത്തുമ്മാടെ ആടാ. അതാണല്ലേ ഇതിനിത്ര സ്വാതന്ത്ര്യം. പാത്തുമ്മായുടെ ആടാണ്. സംഗതി വ്യക്തമായി. നേരം വെളുക്കുന്നതിന് മുൻപ് പാത്തുമ്മ അതിനെ അഴിച്ചുവിടും. അവർ മുറ്റടിച്ച് ആ പ്ലാവല മുഴുവനും കളയണതിന് മുൻപ് ചെന്ന് തിന്ന് വയറ് നിറ എൻ്റെ പൊന്നാടേ എന്നുപദേശിക്കും. ആട് നേരെ ചൊവ്വെ പബ്ലിക് റോഡിലൂടെ വീട്ടിലേക്ക് വരും. എന്നിട്ടാണല്ലേ മേട് കുശാൽ. ഈ ആടുകാരി പാത്തുമ്മ എൻ്റെ സഹോദരിയാണ്. അബ്ദുൽ ഖാദറിൻ്റെ നേരെ ഇളയത്. താമസിക്കുന്നത് 1.5 ഫർലോങ് അകലെയുള്ള ചന്തയുടെ പിന്നിലാണ്. ഭർത്താവായ കൊച്ചുണ്ണിക്ക് കാലത്തെ ചായയും പലഹാരവും ഉണ്ടാക്കിക്കൊടുത്ത് കൊച്ചുണ്ണിയെ കച്ചവടത്തിന് പറഞ്ഞയക്കും. മൂപ്പർ പല കച്ചവടവും ചെയ്തു നോക്കി. എന്നിട്ട് കയർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. കൊച്ചുണ്ണി പോയി കഴിഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ചിട്ട് തൻ്റെ കൊച്ചുമകൾ ഖദീജയുമായി പാത്തുമ്മ നേരെ ചൊവ്വെ വീട്ടിലേക്ക് വരും. വരുന്നത് ഒരു സ്റ്റൈലിലാണ്. വാലുപോലെ പിറകിൽ ഖദീജ. സ്വപ്നത്തിലെന്ന വണ്ണമാണ് പാത്തുമ്മായുടെ നടപ്പ്. വീട്ടിലെത്തിയാൽ വിധം മാറും. പാത്തുമ്മായുടെയും ഒച്ച പൊന്തും. അതിനാവശ്യവുമുണ്ടല്ലോ. അവളാണ് ഉമ്മായുടെ മൂത്ത മകൾ. അതുകൊണ്ട് വീട്ടിൽ ലേശം അധികാരമൊക്കെ കൂടുതലുണ്ടാകുമല്ലോ. പാത്തുമ്മ വന്നു കയറിയപ്പോൾ ഞാൻ ശകലം ശ്രദ്ധിച്ചു. പാത്തുമ്മായുടെ ആടുണ്ട്, ഉമ്മായുണ്ട്, അനിയത്തിയുണ്ട്, 2 നാത്തൂന്മാരുണ്ട്. എന്താണ് ഉണ്ടാവുക? പാത്തുമ്മ അകത്ത് കടന്ന് അനിയത്തിയോടും ഉമ്മായോടും നാത്തൂന്മാരോടുമായി ഒരല്പം അധികാരത്തോടെ ചോദിച്ചു, വല്ലവരും എൻ്റെ ആടിന് കഞ്ഞോളം കൊടുത്തോ?
ഉമ്മ പറഞ്ഞു, 100 കൂട്ടം പണിയുണ്ട് നിന്റെ ഒരാട്. പാത്തുമ്മ നാത്തൂന്മാരോട് എന്തൊക്കെയോ ചോദിച്ചു. അനിയത്തിയെ അല്പം ശാസിച്ചു. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെടി, അതിന് ആനുമ്മ എന്തു പറഞ്ഞെന്നറിഞ്ഞുകൂടാ. പാത്തുമ്മ ഉമ്മായോട് തൻ്റെ ജീവിതക്ലേശങ്ങളെപ്പറ്റി പറഞ്ഞു. വളരെ സങ്കടങ്ങൾ. എന്നിട്ട് ഒരു വെച്ചിരുത്തലോടെ പ്രസ്താവിച്ചു, നിങ്ങളാരും ഒന്നും ചെയ്യേണ്ട, എൻ്റെ ആട് പെരട്ടെ, അപ്പം കാണാം. പാത്തുമ്മയുടെ ആട് പ്രസവിക്കുമ്പോൾ പാത്തുമ്മ എന്താണ് മാലോകരോട് കാണിക്കാൻ പോകുന്നത്? ചാമ്പമരം കായ്കളാൽ മന്ദഹസിക്കുകയാണ്. ഞാനതിൽ നോക്കി ചാരുകസേരയിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞു കിടക്കുമ്പോൾ മ്യാവൂ മ്യാവൂ എന്നുള്ള വൃത്തികെട്ട ശബ്ദങ്ങളുടെ അഭയാർത്ഥി പൂച്ചകൾ എൻ്റെ അടുത്ത് വന്നു. അതിൽ ഒന്ന് ഉശിരോടെ ചാടിക്കയറി എൻ്റെ മടിയിലിരിപ്പായി. വലിയ വൃത്തിയുള്ളതല്ല ഈ പൂച്ച. എന്തിനെൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു? തമ്മിൽ യാതൊരു പരിചയവുമില്ല. എങ്കിലും കണ്ടപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയിരിക്കാം. ഓ, ഇരിക്കട്ടെ. അങ്ങനെ റോഡിലേക്ക് നോക്കുമ്പോൾ കുറേയേറെ പെൺകുട്ടികൾ പോകുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്നവരാണ്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. സുന്ദരികൾ. തീക്ഷ്ണമായ നോട്ടം. എന്താ കാരണം? പാത്തുമ്മയുടെ ആടിൻ്റെ പുറത്ത് ഒരു കാക്ക വന്നിരുന്നു. കാക്കയും വഹിച്ചുകൊണ്ട് ആട് എൻ്റെ അടുത്ത് മുൻപിൽ വന്നു. കണ്ട ഓർമ്മ തോന്നില്ലല്ലോ എന്ന മട്ടിൽ കാക്ക എന്നെ ഒന്ന് ചെരിഞ്ഞു നോക്കി. എൻ്റെ അടുത്ത് സിമൻ്റ് തിണ്ണയിൽ നിന്ന് കുറേ കോഴികൾ എന്തെല്ലാമോ കൊത്തിപ്പെറുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൻ്റെ അറ്റത്ത് കാക്ക പറന്നു വന്നിരുന്നു. ഇതിനെന്തിവിടെ അവകാശം എന്ന മട്ടിൽ കോഴികൾ നോക്കി. കാക്ക യാതൊരു കൂസലും കാണിച്ചില്ല. ഞാനാണ് ഇവിടുത്തെ അവകാശി എന്ന മട്ടിൽ കാക്ക കൊത്തിപ്പെറുക്കി തുടങ്ങി. ആ സദസ്സിലേക്ക് ഒരു വെള്ളപ്പൂച്ച വന്നു. കൂട്ടത്തിൽ വലിയ കരിങ്കോഴിക്ക് അതത്ര പിടിച്ചില്ല. അത് പൂച്ചയുടെ തലയ്ക്ക് കൊടുത്തു ഒരു കൊത്ത്. പൂച്ച ഒന്ന് ചീറ്റി. എന്നിട്ട് വാലും പൊക്കി രോമങ്ങളെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശം വല്ലതുമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ചുണയുണ്ടെങ്കിൽ നീ ഒന്നുകൂടി കൊത്ത് എന്ന മട്ടിൽ നിൽപ്പായി. ഉമ്മ ഇത് കണ്ടോ എന്നുള്ള പരുക്കൻ ഒച്ചയോടെ ആ സദസ്സിലേക്ക് എൻ്റെ ഏറ്റവും ഇളയ അനുജൻ അബൂബക്കർ അലക്കിത്തേച്ച വസ്ത്രങ്ങളും ചീകി മിനുക്കിയ മുടിയും കരയുന്ന ചെരുപ്പുകളുമായി വന്നു. അവൻ വെറും അബു ആയി നടക്കുകയാണ്. മൂപ്പർ ഒരു ലെഫ്റ്റിസ്റ്റ് ആണെന്ന് സംസാരമുണ്ട്. ദിവസത്തിൽ 2 തവണ ഡ്രസ്സ് മാറും. അവന് 60 ജോഡി ചെരുപ്പുകളുണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. നൂല് പോലെയാണ് അവൻ. എങ്കിലും മഹാ ഒച്ചക്കാരനാണ്, വലിയ മെനക്കാരനും. ഞാൻ വന്നയുടനെ അവനെ കുടിയിറക്കി. വീട്ടിലുള്ള എൻ്റെ സ്വന്തം മുറിയിൽ സർവാധിപതിയായി അവൻ വാഴുകയായിരുന്നു. ആ മുറി എനിക്കും അബ്ദുൽ ഖാദറിനും ഇരുന്ന് പഠിക്കാനായി ബാപ്പ പണ്ട് വീടിനോട് ചേർത്ത് പണിയിച്ചതാണ്. ആ കാലത്ത് തന്നെ അബ്ദുൽ ഖാദറിനെ ആ മുറിയിൽ നിന്ന് ഞാൻ കുടിയിറക്കി. അവൻ പിന്നെ ഉമ്മായുടെ കൂടെയായി കിടപ്പ്. അബ്ദുൽ ഖാദറിൻ്റെ തല ഇപ്പോൾ നരച്ചു കഴിഞ്ഞു. കണ്ടാൽ എൻ്റെ ജ്യേഷ്ഠനാണെന്നേ തോന്നൂ. അവൻ പണ്ടത്തെ എൻ്റെ മുറിയുടെ ഇണ പോലെ വേറൊന്ന് ഇപ്പോൾ വീടിൻ്റെ ഇങ്ങേ വശത്ത് പണിയിച്ചിട്ടുണ്ട്. അതിലാണ് ഹനീഫായും കെട്ടിയോളും മക്കളും രാത്രി കഴിച്ചു കൂട്ടുന്നത്. അബുവിനെ ഞാൻ കുടിയിറക്കിയപ്പോൾ തൻ്റെ പെട്ടികളും പുസ്തകങ്ങളും വിളക്കും കിടക്കയുമായി അവൻ ഹനീഫായുടെ മുറിയിലേക്ക് മാറി. അബുവിൻ്റെ ഒച്ച കേട്ടയുടനെ പൂച്ചകൾ ഓടി, കാക്കകൾ പറന്നു, കോഴികൾ പരക്കം പാഞ്ഞു. പാത്തുമ്മയുടെ ആട് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അടുത്തേക്കോടി. പിള്ളേരെ കരച്ചിൽ നിർത്തി. പരുന്തുകളും എറിയനും നിശബ്ദരായി എങ്ങോ ഒളിച്ചു. സ്ത്രീകളുടെയും വർത്തമാനം നിലച്ചു. വീട് നിശബ്ദമായി. അബുവിൻ്റെ ഒച്ച പൊന്തി, വലിയ കാക്ക ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളേര്, കോഴി, കാക്ക, ആട്. ആടിനെ തീറ്റി വളർത്താൻ കണ്ട ഒരു സ്ഥലം. എല്ലാത്തിനെയും ഞാൻ പാകമാക്കാം. ഉമ്മ, ആ വടിയും തെറ്റാലിയും എടുത്തോണ്ട് വന്നേ. പാത്തുമ്മ ഉടനെ സങ്കടത്തോടെ പറയുന്നത് കേട്ടു. ഖദീജ, നമ്മുടെ ആടിനെ വിളി. ഞമ്മക്ക് ഈ വീട്ടിൽ അവകാശമൊന്നുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞ് വാ പോകാം. പൊന്നുമ്മ, ഞങ്ങൾ പോണ്. അബു ഒച്ചയിട്ടു. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശമുണ്ടോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ ഹനീഫാക്കേനെയും കെട്ടിയോളെയും പുള്ളേരെയും കൂടിയിറക്കും. ഞാനും ഒച്ചയിട്ടു, വലിയ ഒച്ച. എടാ, ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ടുപോകരുത്. നിന്റെ എല്ലു ഞാൻ തകർത്തു കളയും. നൂല് പോലെയാണ് അവൻ്റെ ഒരു തൊള്ള. എടാ അബു, അപ്പോൾ ഹനീഫായും മറ്റും എവിടെ പോയി താമസിക്കും? അബു പതുക്കെ പറഞ്ഞു. ഹനീഫ കാക്കയുടെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ. അത് ശരി, അങ്ങനെ ഒരു വർത്തമാനമുണ്ട്. വീടുണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി ഹനീഫ എന്നോട് പറഞ്ഞിട്ടുള്ളതുമാണ്. 2 മൈൽ ദൂരെ കുന്നിൻ്റെ ചെരുവിലായി റോഡിനടുത്ത് ഒരു 80 സെൻറ്റ് നല്ല ഭൂമി അവൻ വാങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ ഏത്തവാഴയും കപ്പയും മാവും വെച്ചിരിക്കുകയാണ്. അതിലൊരു വീട് വെക്കണം. അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ എന്നിൽ നിന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അവൻ്റെ പക്കൽ പണമൊന്നുമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് നടന്നു ചെന്ന് വാഴയ്ക്കും മറ്റും വെള്ളമൊഴിച്ചിട്ട് 7 മണിക്ക് വീട്ടിൽ വരും. എന്നിട്ടവൻ അബിയെയും ലൈലായെയും കൂട്ടി നദിയിൽ കുളിക്കാൻ പോകും.
ബാപ്പയും മക്കളും വലിയ കൂട്ടുകെട്ടിലാണ്. അവരുടെ സ്ഥലത്ത് വീട് വെക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാമെന്ന് ലൈലായും അബിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സയ്യിദ് മുഹമ്മദും പറഞ്ഞിട്ടുണ്ട്. അവനും അവൻ്റെ ഉമ്മയായ ആനുമ്മാക്കും ബാപ്പയായ സുലൈമാനും കൂടി താമസിക്കാൻ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ ഒരു വീട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള മരപ്പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കല്ലിറക്കി വെച്ചിരിക്കുന്നു. ഈ പറഞ്ഞതൊന്നും ഹനീഫ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, എടാ അബു, ഹനീഫായുടെ കയ്യിൽ കാശില്ലെന്നാണ് തോന്നുന്നത്. അബു പതുക്കെ പറഞ്ഞു. ഹനീഫ കാക്ക മഹാ അർക്കീസാണ്. ഒരുപാട് രൂപയുണ്ട്. പോടാ. അവൻ റബ്ബർ തെറ്റാലി എടുത്ത് കുറേ ഉരുളൻ കല്ലുകളുമായി പക്ഷികളെ തെറ്റി വീഴിക്കാൻ പോയി. വാ ആടെ, അവനൊന്നും ചെയ്യേല എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ആടുമായി പാത്തുമ്മ ഇപ്പുറത്ത് വന്നു. അടുത്തുള്ള പറമ്പിൽ അബു നിൽക്കുന്നത് കണ്ട് പാത്തുമ്മ വിളിച്ചു പറഞ്ഞു, എടാ അബു, നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി. വലിയ ഇക്കാക്ക വന്നതറിഞ്ഞില്ലേ നീ? എന്നെ എടാ അബു എന്ന് വലിയ ഇത്താത്ത വിളിച്ചത് കേട്ടോ ഇക്കാക്ക? വലിയ ഇക്കാക്ക വന്നിട്ടുള്ള മൂച്ചാണ്. അബുവിൻ്റെ മൂത്തതിൻ്റെ മൂത്തതാണ് പാത്തുമ്മ. അവൾ അവനെ എടാ അബു എന്ന് വിളിച്ചത് വളരെ കുറച്ചിലായിപ്പോയി. ഞാൻ പറഞ്ഞു, എന്നാ നിന്നെ അബു സാർ എന്ന് വിളിക്കാമെടാ, പോടാ. പാത്തുമ്മ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് തിക്കും പൊക്കും നോക്കി. ആരുമില്ല. പാത്തുമ്മ രഹസ്യമായി പറഞ്ഞു, വല്യക്കാക്ക ആരും അറിയണ്ട. ആനുമ്മ അറിഞ്ഞാൽ വഴക്കിടും. ഇനി എനിക്ക് വല്യക്കാക്ക രൂപ ആയിട്ടൊന്നും തരണ്ട. ഖദീജാക്ക് 2 കമ്മൽ പണിയിച്ചു കൊടുത്താൽ മതി. ഹനീഫായും അറിയണ്ട, കൊച്ചിക്കായും അറിയണ്ട, അബുവും അറിയണ്ട, ഉമ്മായും അറിയണ്ട. ഞാൻ പതുക്കെ ചോദിച്ചു, കമ്മൽ വെള്ളിയുടേതോ പൊന്നിൻ്റേതോ? പാത്തുമ്മ തിക്കും പൊക്കും നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു, പൊന്നിൻ്റേത് വേണം. വല്യക്കാക്ക വല്ലോരോടും പറയുവോ? ഹേയ്, ഞാൻ പറഞ്ഞു, പരമരഹസ്യമാക്കി വയ്ക്കും. അങ്ങനെ പാത്തുമ്മയുമായി ഒരു രഹസ്യ കരാറിൽ ഞാൻ ഏർപ്പെട്ടു. കമ്മൽ ഉടനെ വേണം. പാത്തുമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കട്ടെ. ഈ കമ്മൽ ഒരു അടിയന്തര പ്രശ്നമായി തീരാൻ ഒരു ചെറിയ കാരണമുണ്ട്. ഞാൻ വന്ന ഉടനെ 3 ചെറിയ കുടകൾ എറണാകുളത്ത് നിന്ന് വരുത്തിച്ച് അബ്ദുൽ ഖാദറിൻ്റെ മകൾ പാത്തുക്കുട്ടി, ഹനീഫയുടെ മകൻ അബി, ആനുമ്മായുടെ മകൻ സയ്യിദ് മുഹമ്മദ് എന്നിവർക്ക് കൊടുത്തു. പാത്തുമ്മായുടെ മകൾ ഖദീജയ്ക്ക് കുട കൊടുത്തില്ല. പാത്തുക്കുട്ടിയും അബിയും സയ്യിദ് മുഹമ്മദും ഖദീജയും ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. ശീമത്തരവും ഒച്ചയും സമം, കരച്ചിലും അതുപോലെ തന്നെ. എന്നാൽ ഖദീജയ്ക്ക് കുട കൊടുത്തില്ല. എന്താ കാരണം? സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം മറന്നുപോയി. സാരമില്ല, പൊന്നിൻ്റെ കമ്മൽ 2 എണ്ണം അവൾക്ക് റെഡി.